ഒരു മാസം നീണ്ടുനിന്ന ശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് ശേഷവും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി പൂർണ്ണമായും തകർന്നിട്ടില്ലെന്നതാണ് ഏറ്റവും പുതിയ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇറാന്റെ മിസൈൽ ശേഖരവും ലോഞ്ചിംഗ് സംവിധാനങ്ങളും നശിപ്പിക്കുകയായിരുന്നുവെങ്കിലും യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് അതിനേക്കാൾ സങ്കീർണമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികൾ ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾക്കിടയിലും ഇറാൻ തന്റെ പ്രതിരോധത്തിന്റെ പ്രധാന ഘടകമായ മിസൈൽ ശേഷിയുടെ വലിയൊരു ഭാഗം സംരക്ഷിക്കാൻ കഴിഞ്ഞതായി ദ ഗാർഡിയൻ റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കൻ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട നിരവധി ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കി പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ ഏകദേശം മൂന്നിലൊന്ന് മാത്രമാണ് നശിപ്പിക്കപ്പെട്ടത്. മറ്റൊരു മൂന്നിലൊന്ന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായും ഉപയോഗശൂന്യമല്ല. ശേഷിക്കുന്ന മിസൈലുകൾ ഭൂഗർഭ തുരങ്കങ്ങളിലേക്കും ശക്തമായ ബങ്കറുകളിലേക്കും മാറ്റി സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതേ രീതിയിലാണ് ഇറാന്റെ ഡ്രോൺ ആയുധശേഖരവും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ആക്രമണങ്ങൾ ശക്തമായിരുന്നുവെങ്കിലും അവ ഇറാന്റെ യുദ്ധശേഷിയെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളുടെ ചില പ്രസ്താവനകളോട് വ്യക്തമായ വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നു. ചിലർ ഇറാന്റെ മിസൈൽ ശേഷി ഏകദേശം പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നാണ് അവകാശപ്പെട്ടത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇറാൻ ഇപ്പോഴും ഗണ്യമായ ആയുധശേഷി നിലനിർത്തുന്നുവെന്ന് ഇന്റലിജൻസ് വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നു. ഇതിലൂടെ യുദ്ധകാല വിവരങ്ങളുടെ വിശ്വാസ്യതയും പ്രചരണ തന്ത്രങ്ങളും സംബന്ധിച്ച ചോദ്യങ്ങളും ഉയരുന്നു. ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ ഏറ്റവും നിർണായക ഘടകമാണ് അവരുടെ ഭൂഗർഭ തുരങ്ക ശൃംഖല. ഈ തുരങ്കങ്ങൾ സാധാരണ സൈനിക സൗകര്യങ്ങളല്ല, വർഷങ്ങളായി ആസൂത്രണം ചെയ്ത് നിർമ്മിച്ച ഒരു പ്രതിരോധ സംവിധാനം തന്നെയാണ്. മലനിരകളുടെയും മരുഭൂമികളുടെയും അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ തുരങ്കങ്ങൾ മിസൈലുകൾ ഒളിപ്പിക്കാനും ആവശ്യമായ സമയത്ത് വേഗത്തിൽ വിന്യസിക്കാനും സഹായിക്കുന്നു. ഇവ കണ്ടെത്തുകയും നശിപ്പിക്കുകയും സാങ്കേതികമായും തന്ത്രപരമായും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടുതന്നെ ശക്തമായ ബോംബാക്രമണങ്ങൾക്കിടയിലും ഇറാന്റെ ആയുധശേഖരം പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വ്യാപകമായി വിനിയോഗിച്ചു. ഇസ്രയേലിനെയും ഗൾഫ് മേഖലയിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾ പ്രാദേശികമായി മാത്രമല്ല ആഗോളതലത്തിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. എണ്ണ വിതരണ ശൃംഖലകളിൽ തടസ്സങ്ങളുണ്ടാകുകയും അന്താരാഷ്ട്ര വിപണിയിൽ ആശങ്കകൾ ഉയരുകയും ചെയ്തു. ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ അമേരിക്കയും ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും വലിയ തോതിൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുകയും വൻ സാമ്പത്തിക ചെലവുകൾ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിരോധ ശ്രമങ്ങൾക്കും പരിമിതികളുണ്ട്. മിസൈലുകൾ തടയാൻ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ സംവിധാനങ്ങൾ വളരെ ചെലവേറിയതാണ്. കൂടാതെ അവയുടെ സ്റ്റോക്ക് വേഗത്തിൽ തീരാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതോടെ ആക്രമണങ്ങളുടെ തീവ്രത കുറയുമ്പോഴും അവ പൂർണ്ണമായി തടയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിലൂടെ ആധുനിക യുദ്ധങ്ങളിൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ദീർഘകാല നിലനിൽപ്പിനെക്കുറിച്ചുള്ള ചർച്ചകളും ശക്തമാകുന്നു. ഇസ്രയേൽ അവകാശപ്പെടുന്നതുപോലെ ഇറാന്റെ വലിയൊരു ശതമാനം മിസൈൽ ലോഞ്ചറുകൾ പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ടെങ്കിലും ഇറാൻ തന്റെ തന്ത്രം മാറ്റിയിരിക്കുകയാണ്. സ്ഥിരമായ സൈനിക കേന്ദ്രങ്ങൾക്ക് പകരം മൊബൈൽ ലോഞ്ചറുകളും വിതറിയ വിന്യാസവും ഉപയോഗിച്ച് ആക്രമണശേഷി നിലനിർത്തുകയാണവർ. ഇതിലൂടെ ഒരിടത്ത് നഷ്ടമുണ്ടായാലും മറ്റിടങ്ങളിൽ നിന്ന് പ്രവർത്തനം തുടരാൻ കഴിയുന്ന സാഹചര്യം അവർ സൃഷ്ടിച്ചു. ഈ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും അന്താരാഷ്ട്ര ശ്രദ്ധയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ പ്രധാന വഴിയായ ഈ കടലിടുക്ക് തടസ്സപ്പെടുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കും. ഇതിനെ നിയന്ത്രിക്കാൻ കൂടുതൽ സൈനിക സാന്നിധ്യം പ്രദേശത്ത് വിന്യസിക്കപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇറാന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഒരാക്രമണ ആയുധമെന്നതിലുപരി അവരുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ അടിസ്ഥാന ഘടകമാണ്. ശക്തമായ സൈനിക ശക്തികൾക്കിടയിൽ നിലനിൽക്കാനാവശ്യമായ പ്രതിരോധ സംവിധാനമായി അവരിതിനെ കാണുന്നു. അതിനാൽ ഈ ശേഷി ഉപേക്ഷിക്കുകയോ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അനുവദിക്കുകയോ ചെയ്യുന്നത് ഇറാന് സാധ്യമല്ല. അവസാനം ഈ സംഘർഷം ഒരു പ്രധാന സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആധുനിക യുദ്ധങ്ങളിൽ സൈനിക ശക്തി മാത്രം മതിയാവില്ല, തന്ത്രവും ഘടനയും അത്രയും നിർണായകമാണ്. ഇറാന്റെ മിസൈൽ ശേഷി കുറയുന്നുവെങ്കിലും അത് ഇല്ലാതായില്ല, മറിച്ച് അത് കൂടുതൽ മറഞ്ഞതും കൂടുതൽ സങ്കീർണവുമായ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് മിഡിൽ ഈസ്റ്റിലെ ഭാവി സംഘർഷങ്ങളുടെ സ്വഭാവത്തെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക ഘട്ടമാണ്.